മക്കളെ, മാപ്പ് മാർക്കിംഗ് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റേസ് സൈക്കിളിനോട് സ്വാഗതം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂടുതൽ ഡെക്കറേഷനിലേക്കൊന്നും പോകുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അവസാനം നല്ലൊരു കമൻറ്റും പാസ്സാക്കണം. ഓക്കെ, യെസ്, ഒരു പേടി പേടിക്കണം, മുഴുവൻ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യാനുള്ള ട്രാൻസിമാലയാണ്. ട്രാൻസിമാല അതിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ ഇവിടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇങ്ങനെയാണ് 3 റേഞ്ചസ് ഉള്ളത്. ഏറ്റവും മുകളിൽ കാരക്കോറം, താഴെ ലഡാക്ക്, അതിന് താഴെ സസ്കർ. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിനർത്ഥം ഇത് കാരക്കോറാണ്. ഓക്കെ, ഇത് കാരക്കോറാണ്, അതുപോലെ ഇത് ലഡാക്കാണ്, അതുപോലെ ഇത് സസ്കറാണ്. മൂന്നിനും കൂടെ ഒരൊറ്റ ലൈൻ മതി. അതായത് ഈ ഒരു ലൈൻ്റെ അർത്ഥം എന്താ? അത് കാരക്കോറാണ്, ലഡാക്കുമാണ്, സസ്കോറാണ്, മാറ്റമൊന്നുമില്ല എന്നർത്ഥം. ഓക്കെ, അതുപോലെ ഇവിടെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഉണ്ട്, 3 റേഞ്ചസ്. ഇവിടെ ഇങ്ങനെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് കാണാൻ പറ്റും. ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള 3 റേഞ്ചസ്, ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ ഇതുപോലെ മതി. ഇവിടെ നമ്മളൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ ഇട്ടാൽ ഇതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രി അത് തന്നെയാണ് ഏതായിട്ടും വരുന്നത്, ഹിമാചലായിട്ട്. ഹിമാദ്രി ചോദിച്ചാലും ഹിമാചൽ ചോദിച്ചാലും അവിടെ ഒരു വരെ ഇട്ടാൽ മതി എന്ന് ചുരുക്കം. ഓക്കെ, അതുപോലെ ശിവാലിക്കും അത് തന്നെയാണ്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കായ. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, നോക്കും, നമുക്ക് ഈസ്റ്റേൺ ഐലാൻഡിൽ പടുക്കായ് ഭൂമ്, അതുപോലെ നാഗാ ഹിൽസ്, മിസോ ഹിൽസ് ഇവിടെ മാർക്ക് ചെയ്യാം. അത് ഞാൻ എളുപ്പപ്പണി പറഞ്ഞുതരാം, നിൽക്കുക. അതായത് ഇവിടെ ഇന്ത്യയുടെ കിഴക്കൻ അതിര്, ഈ ഈസ്റ്റേൺ മാർജിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കാം. ആ വരയെ നമ്മൾ 3 പീസാക്കി മാറ്റുക. എത്ര പീസാക്കണം? 3 പീസ്. അതിൽ മുകളിലെ കഷ്ണം പി എന്നിടുക, നടുവത്തത് എൻ ഇടുക, ഏറ്റവും താഴത്തെ എം ഇടാം. PNM പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ പടുക്കായി ആണ്, പടുക്കായ് ഭൂം, പതുക്കായ് ഭൂം എന്ന് മലയാളത്തിൽ. നാഗാ ഹിൽസ്, നാഗാ കുന്നുകൾ, അതുപോലെ മിസോ കുന്നുകൾ. ഓക്കെ, ഇനി അടുത്തത് ലിസൺ, ഗാസി ഗാരോ ജയന്തി ഉണ്ട്. അത് ഇവിടെയാണ് ഗാസി ഗാരോ ജയന്തി, അതായത് ബംഗ്ലാദേശിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾക്ക് അറിയാം. ഈ ബംഗ്ലാദേശിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ആരുള്ളത്? ഗാസി ഗാരോ ജയന്തിയുള്ളത്. ഞാൻ KKJ എന്നിട്ടുണ്ട്, ഗാസി ഗാരോ ജയന്തി. ഓക്കെ, യെസ്. ഇനി ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ അറേബ്യൻ സീ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്, അറബിക്കടലുണ്ട്. ഇതിൽ അറേബ്യൻ സീക്ക് പാരലായിട്ട് നമ്മൾ ലൈൻ ഇട്ടാൽ അതിനർത്ഥം അത് വെസ്റ്റേൺ ഘട്ടമാണ്, പശ്ചിമഘട്ടമാണ്, പശ്ചിമഘട്ടം. അതുപോലെ ഈ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് ഒരു ഇടയിലൊരു ഗ്യാപ്പ് ഇട്ടിട്ടൊരു ലൈൻ ഇട്ടോളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയും. ഈസ്റ്റേൺ ഗഡ്സ് ആണിത്, ഈസ്റ്റേൺ ഗഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പൂർവ്വഘട്ടം എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി നോക്കൂ, ഇന്ത്യയുടെ മധ്യഭാഗത്ത്, ഇന്ത്യയുടെ ഒത്ത സെന്റർ, അത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഗുജറാത്തിൻ്റെ സെന്റർ കണ്ടുപിടിക്കുക. ഗുജറാത്തിൻ്റെ സെന്റർ, അതാണ് ഏകദേശം ഇന്ത്യയുടെ സെന്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അവിടെ നമ്മളൊരു വര ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് വിന്ധ്യ ആൻഡ് സത്പുര. മുകളിൽ വിന്ധ്യ, താഴെ സത്പുര എന്നാണ്. നമുക്ക് അവിടെ വര ഇട്ടല്ല, അതിനർത്ഥം അവിടെ തന്നെയാണ് വിന്ധ്യ, അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ആരുള്ളത്? സത്പുര ഉള്ളത്. അപ്പോൾ വിന്ധ്യയായി, സത്പുരയായി. ഇനി ഇവിടെ ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ. ലിസൺ, ഈ പാകിസ്ഥാൻ ഒരു പാരയാണ്, നമുക്ക് പാര, ഒരു പാരയാണല്ലോ, പാര, സംശയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പാകിസ്ഥാന് പാരലായിട്ട് ലൈൻ ഇടുക. പാകിസ്ഥാന് പാരലായിട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ആരവല്ലി, അരാവലി എന്ന് പറയുന്ന ആരവല്ലി. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ, നമുക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കുന്ന പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് പീഠഭൂമികളാണ്. പീഠഭൂമി അടയാളപ്പെടുത്താൻ ഞാനിവിടെ മധ്യത്തിൽ അടയാളപ്പെടുത്തിയ ആ ഒരു പർവ്വത നിര ആദ്യം തന്നെ അടയാളപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ പറഞ്ഞിരുന്ന പേര് VS എന്നായിരുന്നു, വിന്ധ്യ സത്പുര. ഈ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്ത് ഞാനൊരു ഷെയ്ഡ് കൊടുത്തു. എന്ത് കൊടുത്തു? മുകൾ ഭാഗത്ത് ഞാനൊരു ഷെയ്ഡ് കൊടുത്തു. ഒരു ഷെയ്ഡ് മാർക്ക് ചെയ്തു. ഒരു ഷെയ്ഡാ കൊടുക്കേണ്ടത്, തൊട്ട് മുകളിലായിട്ട്, വല്ലാതെ മുകളിലോട്ട് പോകണ്ട, അതിനോട് തൊട്ട് ചേർന്നൊരു ഷെയ്ഡ് കൊടുത്തു. ഇതാണ് മാൾവ പീഠഭൂമി, മാൾവ പീഠഭൂമി, മാൾവ പ്ലാറ്റ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് മുകളിൽ ആ ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നു? മുകളിൽ മാൾവ എന്ന് എഴുതുന്നു. വിന്ധ്യ സത്പുരയുടെ മുകളിൽ മാൾവ. അതുപോലെ വിന്ധ്യ സത്പുരയുടെ താഴെ ഭാഗത്ത് നിങ്ങൾ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം അടയാളപ്പെടുത്തിയല്ലോ, അതിന് താഴെ, അതിൻ്റെ രണ്ടിന് നടുവിലായിട്ട് ഞാൻ അടുത്ത പ്ലാറ്റ്യൂ, അടുത്ത പീഠഭൂമി മാർക്ക് ചെയ്തു. അതാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഡെക്കാൻ, ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ താഴെയാണ് മാർക്ക് ചെയ്തത്, അതുകൊണ്ട് അതിനെ പറയുന്ന പേര് ഡൗൺ ഡെക്കാൻ എന്നാണ്, ഡൗൺ ഡെക്കാൻ. ഓക്കെ, ഇനി നോക്കൂ, വിന്ധ്യ സത്പുരയുടെ വലതുവശത്തായിട്ട് ഞാനൊരു ഷെയ്ഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിന്ധ്യ സത്പുരയുടെ വലതുവശം അതാണ് ചോട്ട എന്ന് വെച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺ ഡെക്കാനായി, മുകളിൽ മാൾവിയായി. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് കച്ച് പെനിൻസുല, കത്തിവാർ പെനിൻസുല, കച്ച് ഉപദ്വീപും കത്തിയവാറും. അപ്പോൾ കച്ചും കത്തിയവാറും മാർക്ക് ചെയ്യണം, 2 സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ മുകളിലൊന്ന്, താഴെ ഒന്ന്. ആ മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ കച്ച് എന്ന് പറയും, താഴെയുള്ളതിന് നമ്മൾ എന്ത് പറയും? കത്തി എന്ന് പറയും. അപ്പോൾ കച്ച് കത്തി എന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും കച്ച് കത്തിന്ന്. ഓക്കെ, കച്ച് കത്തി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നദികളാണ്. ശ്രദ്ധിക്കുക, നദികൾ മാർക്ക് ചെയ്യാൻ, മഹാനദി മാർക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി. ഞാൻ MGKK എന്ന് എഴുതുന്നുണ്ട്. എന്തെഴുതുന്നുണ്ട്? MGKK. ഈ MGKK എന്ന് പറയുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇത് M മാർക്ക് ചെയ്യാൻ നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലിലെ തീരത്ത് കൂടെ എങ്ങനെ പോവാം? ഓക്കെ, ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നൊരു ഭാഗമുണ്ട്, അതൊരു ഡെൽറ്റയാണ്.
പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്ത് നമ്മളൊരു വര വരയ്ക്കാം. ഇതാണ് എം എന്ന് പറയുന്നത്. വല്ലാതെ നീട്ടി വര വരയ്ക്കരുത്, ഒരൊറ്റ വര മതിട്ടോ. ഓക്കെ, യെസ്. അതായത് ലൈൻ ഇടാനറില്ലേ, നിങ്ങൾക്ക് അറിയുന്ന ലൈനല്ല, വേറെ ലൈൻ, വേറെ ആ ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കുക, താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കാണാം, ഒരു വളവ്. ഈ വളവിൽ നമ്മൾ രണ്ട് വര ഇടണം. ഒന്ന് ഇതാ അതിൻ്റെ മുകളിലായിട്ടിടണം, ഒന്ന് അതിൻ്റെ താഴെയായിട്ടിടണം. വളവിൻ്റെ മുകളിൽ ഒന്ന്, താഴെ ഒന്ന്. ഈ മുകളിലുള്ള വരയാണ് അല്ലെങ്കിൽ ലൈനാണ് ജി എന്ന് പറയുന്നത്, അതിൻ്റെ താഴെയുള്ള ലൈനാണ് അടുത്ത കെ. ഈ അടുത്ത കെ എന്ന് പറയുന്നത് കൃഷ്ണയാണ്. ഏതാണ്? കെ ആർ, കൃഷ്ണയാണ് കേട്ടോ. ഓക്കെ, ഇനി അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്, അയൽ സംസ്ഥാനം തമിഴ്നാടെത്തും. ആ തമിഴ്നാടിൻ്റെ അവിടെ നിങ്ങൾക്ക് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രണ്ട് ഭാഗം കാണാം. അവിടെ നിങ്ങൾ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ, ഒരു വര ഇടുക, ഒറ്റ വര, സിംഗിൾ ലൈൻ, അതിന് പറയുന്ന പേരാണ് കാവേരി. അപ്പം നമുക്ക് MGK ഒക്കെ ഫുള്ളായി. ഏറ്റവും മുകളിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് മഹാനദി. ഈ വളവിൽ രണ്ടെണ്ണ ഗോദാവരിയും കൃഷ്ണയാണ്, ഏറ്റവും താഴെ കാവേരി ഉണ്ട്. ഓക്കെ, ഇനി നർമ്മദ താപ്തി. ഈ നർമ്മദയും താപ്തിയും വരുന്നത് അറേബ്യൻ സീയിലേക്ക്, അറബിക്കടലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ ഇതാ ഇവിടെ ഗുജറാത്തിനോട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗുജറാത്തിനോട് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ഒരു ഗ്യാപ്പും അതോടെ മുകളിലായിട്ട് ആരുണ്ട്? നർമ്മദയുണ്ട്, തൊട്ട് താഴെയായിട്ട് താപ്തി ഉണ്ട്. അപ്പം ഞാനിവിടെ വരയ്ക്കുന്നു, ശ്രദ്ധിക്കുക. ഇതേതാ? നർമ്മദയാണോ താപ്തിയാണോ? അത് നർമ്മദയുമാണ്, പിന്നെ ആരുമാണ്? താപ്തിയുമാണ്, സംശയമില്ല. ഓക്കെ, ഇനി നമുക്ക് ഹിമാലയൻ നദികൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൻ്റെ 3 കല്ലിടാൻ പോവാം. അടുപ്പിൻ്റെ 3 കല്ലിടാറ് മനസ്സിലായോ? അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കാണാം. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇതാ കശ്മീർ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ വന്ന ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിനകത്തൊരു കുത്തിടാം. ലിസൺ, അതിന് മുകളിലൊരു കുത്തിടാം, അതിൻ്റെ വലതുവശത്തിൽ കുത്തുക. 3 കൂടെ ചേർത്താൽ നമുക്കൊരു ത്രികോണം കിട്ടണം. ഓക്കെ, ആദ്യം നമുക്ക് സിന്ധു മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ലിസൺ, ഈ കശ്മീരിലൂടെ മുകളിലോട്ട് അങ്ങ് വരിക, കശ്മീരിലൂടെ വരിക, അങ്ങോട്ട് പാകിസ്ഥാനിലെത്തിക്കുക. പാകിസ്ഥാനിൽ നേരെ ഇന്ത്യയിൽ തട്ടാ താഴേക്ക് വരിക, ഇന്ത്യയിൽ തട്ടാ നേരെ താഴേക്ക് വരിക. ഓക്കെ, യെസ്, കശ്മീരിലൂടെ ഇങ്ങനെ വരച്ചിട്ട് ഇന്ത്യയിൽ തട്ടാ അങ്ങനെ വരിക. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എളുപ്പപ്പണി പണ്ട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, അത് എളുപ്പപ്പണി. അത് എന്താണെന്ന് വെച്ചാൽ, സിന്ധു എന്ന് എഴുതുന്ന സമയത്ത് ഈ വള്ളി വരില്ലേ, ഈ വള്ളി എടുത്തിട്ട് തിരിച്ചിട്ടാൽ മതി. ഇതാ ഇവിടുന്ന് തുടങ്ങി നേരെ കശ്മീരിലൂടെ ഇതിലൂടെ കൊണ്ടുപോകാം, പാകിസ്ഥാനിലൂടെ കൊണ്ടുപോകാം. ഓക്കെ, ഇനി അടുത്തത് ഗംഗ മാർക്ക് ചെയ്യാൻ. ഗംഗ എന്ന് എഴുതൽ മലയാളത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഗംഗ മാർക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇന്ത്യക്ക് അകത്തിട്ട കുത്തില്ലേ, അവിടെ പിടിക്കാം. അതിനുശേഷം ബംഗ്ലാദേശിനകത്ത് വേറൊരു കുത്തിടാം. എന്ത് ചെയ്യുക? ബംഗ്ലാദേശ്, ഇന്ത്യയുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ കുത്തിടാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ നമ്മളങ്ങ് വരയ്ക്കുക. ഗ എവിടെ നിന്ന് വരയ്ക്കണം? ഇന്ത്യക്ക് അകത്തുള്ള കുത്തിൽ നിന്ന് ബംഗ്ലാദേശിലെ കുത്തിലേക്ക് ഒരു ഗ വരയ്ക്കാം. എന്ത് വരയ്ക്കുക? ഒരു ഗ. ഇതാണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗ. ഓക്കെ, ഇതാണ് ഗംഗ. ഓക്കെ, അഥവാ നമ്മുടെ ഗാഞ്ചസ്. ഓക്കെ, ഗംഗ. ഇനി അടുത്ത് എന്താ? ബ്രഹ്മപുത്ര നേരെ കിഴക്കോട്ട് പോകാം, ഇന്ത്യയിൽ വന്ന് മുട്ടും. ഇതിൽ മുട്ടിക്കഴിഞ്ഞാൽ നേരെ ഗംഗയിലേക്ക് വരിക. ഇതാണ് ബ്രഹ്മപുത്ര. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, നേരെ കിഴക്കോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് ഇന്ത്യയിൽ മുട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വലിക്കുക. ഇത്രയുള്ള പരിപാടി. ഇതാണ് ബ്രഹ്മപുത്ര. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ പോർട്ടാണ്, തുറമുഖങ്ങളാണ് മാർക്ക് ചെയ്യാനുള്ളത്. തുറമുഖം മാർക്ക് ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, യെസ്, നമുക്ക് തുറമുഖം എവിടെ കാണാം? ഇവിടെ മുതൽ, അതായത് റാൻ ഓഫ് കച്ച് മുതൽ ഇതാ ഇവിടെ ഈ കൊൽക്കത്ത വരെയുള്ള ഭാഗത്താണ് കാണുന്നത്. ആദ്യത്തെ കണ്ടില എന്ന് പറയുമ്പോൾ കണ്ടില എന്നാലോചിക്കാം. അത് കാണാതിരിക്കാൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കണ്ടില. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മുംബൈ, നവശേവ, മർമഗോവ, മാംഗ്ലൂർ, അതുപോലെ നമ്മുടെ കൊച്ചി മാർക്ക് ചെയ്യണം. ഈ തുറമുഖങ്ങളാണ്, പോർട്ടാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരത്തുള്ളത്. അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പടിഞ്ഞാറൻ തീരത്തിന് ഞാൻ ഏകദേശം 4 ഒരേ അകലത്തിലുള്ള 4 കുത്തുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 4 കുത്തുകൾ. ഇതിൽ ഏറ്റവും മുകളിലുള്ളതാണ് മുംബൈ. ആ മുംബൈയോട് ചേർന്നിട്ട് ആരുണ്ട്? നവശേവ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടിനും കൂടെ 1 മതി, മുംബൈ നവശേവ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നു MN എഴുതി. എന്തെഴുതി? MN എന്നെഴുതി. MN. ഓക്കെ, യെസ്. അടുത്തതാണ് മർമഗോവ. ഈ മർമഗോവക്ക് പകരമായിട്ട് ഞാൻ എന്ത് എഴുതുന്നു? MG എന്ന് എഴുതി. മർമഗോവ MG. ഓക്കെ, രണ്ടാമത്തെ കുത്ത്. 4 കുത്തിടണേ. 4 കുത്തിട്ടിട്ട് മുകളിലുള്ളത് MN, മുംബൈ നവശേവ. രണ്ടാമത്തത് MG, മർമഗോവ. ഇനി മൂന്നാമത്തത് മാംഗ്ലൂരാണ്. ഏതാണ്? മാംഗ്ലൂർ. ഈ മാംഗ്ലൂരിന് പകരമായിട്ട് ഞാൻ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മംഗലാപുരം എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, മംഗലാപുരം. ഈ മംഗലാപുരത്തിന് മലയാളമായിട്ട് നമ്മൾ പകരമായിട്ട് എഴുതുന്നു MGL. എന്തെഴുതുന്നു? MGL. അപ്പോൾ MNMG, അതാണ് ആ 3 കുത്തുകൾ. അവസാനത്ത് നമ്മുടെ പഴയ കൊച്ചിയാണ്, കൊച്ചിയും വരുന്നു. ഓക്കെ, യെസ്. ഇനി നദികൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് നമ്മുടെ കാവേരി, ഇവിടെ നമ്മുടെ കൃഷ്ണയുണ്ട്, ഗോദാവരി ഉണ്ട്, അതുപോലെ നമ്മുടെ ഇവിടെ മഹാനദി ഉണ്ട്. ഈ നദികൾ എവിടെയാണെന്ന് പൊസിഷൻ പഠിച്ചാൽ നമുക്ക് തുറമുഖങ്ങളും എളുപ്പമാണ്. കാവേരിക്കും താഴെയായിട്ട് നമുക്ക് തൂത്തുക്കുടി മാർക്ക് ചെയ്യാം. തൂത്തുക്കുറിൻ എന്നാണ് ഇംഗ്ലീഷ് പറയാം, തൂത്തുക്കുറി. അതുപോലെ മംഗലാപുരത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒരാൾ മാർക്ക് ചെയ്യാം, അതാണ് ചെന്നൈ. യെസ്. അതുപോലെ ഇതാ ഇവിടെ ഈ വളവ് കഴിഞ്ഞ് മുകളിലായിട്ട് നമുക്ക് ഒരാൾ മാർക്ക് ചെയ്യാം. വളവ് കഴിഞ്ഞിട്ട് മുകളിൽ. അപ്പോൾ വളവിൽ കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ആരുണ്ട്? വിശാഖപട്ടണം. വൈസാഗ് എന്ന് പറയുന്ന വിശാഖപട്ടണം. അതുപോലെ മഹാനദി വരുന്ന സ്ഥലത്താണ് നമുക്ക് ആരെ മാർക്ക് ചെയ്യാം? പാരദീപ് മാർക്ക് ചെയ്യാം. അതുപോലെ ഏറ്റവും മുകളിലായിട്ട് ഇതാ ഇവിടെ ബംഗാളിന്റെ അടുത്തായിട്ട് ഹാൽദി ആൻഡ് കൊൽക്കത്ത മാർക്ക് ചെയ്യാം. ഹാൽദിയും കൊൽക്കത്തയും. ഓക്കെ, ചെറുതായിട്ട് അങ്ങോട്ട് മാറി, ചെറുതായിട്ട് വളരെ സ്ലൈറ്റ് ആയിട്ട് മാറിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ
എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ചെന്നൈ ഇത്രയ്ക്ക് കയറേണ്ട ആവശ്യമില്ല കേട്ടോ, ചെന്നൈ ഇത്ര കയറേണ്ട ആവശ്യമില്ല, ചെന്നൈ കുറച്ചടിക്ക് ഇറക്കുന്നത് നന്നായിരിക്കും ഇവിടെ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എൻ്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ തുറമുഖങ്ങൾ. ലാസ്റ്റ് വൺ, യെസ്, തീരപ്രദേശമാണ്, ഇതിൽ തീരസമുദ്രങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ്. ഈ ഗുജറാത്തിൻ്റെ തീരത്ത് നമ്മൾ ഗുജറാത്ത് തീരം എന്ന് പറയും. അതുപോലെ ഗുജറാത്ത് മുതൽ കേരള വരെയുള്ള ഭാഗം കൊങ്കൺ തീരം എന്ന് പറയും. അതുപോലെ കേരള തീരം മാത്രമായിട്ട് നമ്മൾ മലബാർ തീരം എന്ന് പറയും. ഈ തമിഴ്നാട് മുതൽ ആന്ധ്ര വരെയുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പേര് കോറമണ്ഡൽ എന്നാണ്. അതിന് മുകളിലുള്ള ഭാഗത്ത് നമ്മൾ നോർത്ത് സിർക്കാർ എന്ന് പറയും. അപ്പോൾ ഗുജറാത്ത് തീരത്തിന് നമ്മൾ എന്ത് പറയും? ഗുജറാത്ത് തീരം എന്ന് തന്നെ പറയും, ഗുജറാത്ത് കോസ്റ്റ്. യെസ്, ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പേര് കൊങ്കൺ തീരം. കേരള തീരത്ത് പറയുന്ന പേര് മലബാർ തീരം. അതുപോലെ നമ്മുടെ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും പകുതി വരെയുള്ള തീരം കോറമണ്ഡൽ തീരം എന്ന് പറയും. യെസ്, ഏറ്റവും മുകളിലുള്ളത് നമ്മൾ പറയുന്ന പേര് നോർത്ത് സിർക്കാർ. എന്താ പേര് പറയും? നോർത്ത് സിർക്കാർ. ഓക്കെ, നോർത്ത് സിർക്കാർ. അപ്പോൾ ഇതാണ് പ്രധാന വടക്കൻ സിർക്കാർ എന്നാട്ടോ മലയാളത്തിൽ പറയാം, വടക്കൻ സിർക്കാർ എന്ന് പറയും. ഓക്കെ, ബാക്കിയുള്ളൊക്കെ സെയിം മലയാളം പേര് തന്നെയാണ്, സോറി ഇംഗ്ലീഷ് പേര് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട മാപ്പ് മാർക്കിങ്ങിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഫുൾ സെറ്റാണ്, ഒരു പേടിയും പഠിക്കേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് ലൈവിൽ കാണാം. ഇന്ന് രാത്രി കണ്ടിന്യൂസ് ലൈവ് ഉണ്ടായിരിക്കും. ഒരു 5:30 മുതൽ ബയോളജി അങ്ങ് തുടങ്ങുന്നുണ്ട്. അങ്ങോട്ട് നേരത്തെ ലൈവ് തന്നെ, ഒന്നും പേടിക്കേണ്ട, നേരം കൊണ്ട് പോരുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഇത്ര മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാം റെഡിയാണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ എങ്ങനെ വരിക, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയെന്നുള്ളതൊക്കെ അവിടെ അങ്ങ് പരിചയപ്പെടാം. അപ്പോൾ ഇതേ ഉള്ളൂ മാപ്പ് മാർക്കിംഗ്, ഇതിന് അപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ. ടാറ്റ, ബൈ, സി യു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അടിയിൽ കമൻറ്റ് പാസ്സാക്കാനും മറക്കണ്ട. ബൈ, സി യു.